വയനാട് അട്ടപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലെ ആദിവാസി വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കാനും കൊഴിഞ്ഞുപോക്ക് തടയാനുമായി നിയമിച്ച മെന്റർ ടീച്ചർമാരെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുന്നു. ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള 300ഓളം അധ്യാപകരാണ് 9 വർഷമായി ജോലി ചെയ്തിരുന്നത്. പ്രവേശന സമയത്ത് ഇവരുടെ സേവനമില്ലാതായത് സ്കൂളുകളിലും പ്രതിസന്ധിയായി. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലകളിൽ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുക, അവർ സ്കൂളിൽ തന്നെ നിൽക്കുന്നു, തുടർ വിദ്യാഭ്യാസം ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് 2017 മെന്റർ ടീച്ചർമാരെ സംസ്ഥാന സർക്കാർ നിയമിച്ചത്. ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് തന്നെയുള്ള അഭ്യസ്തവിദ്യരായ ആളുകളെയാണ് മെന്റർ ടീച്ചർമാരായി നിയമിച്ചത്. 9 വർഷമായി അവർ ഈ മേഖലയിൽ തുടർന്നു വരികയായിരുന്നു. മാത്രമല്ല, അത് വലിയൊരു മാറ്റം ഈ ഗോത്ര മേഖലയിൽ ഉണ്ടാക്കിയിരുന്നു. അത്തരം അധ്യാപകരുള്ളത് കൊണ്ട് തന്നെ ഉന്നതികളിൽ നിന്നൊക്കെ കുട്ടികളെ കൃത്യമായി എത്തിക്കാനും അവർ സ്കൂളിൽ തുടരുന്നു എന്ന് ഉറപ്പുവരുത്താനും കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ വർഷം നിലവിലുള്ള അധ്യാപകർക്ക് നിയമനം നൽകില്ല എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നതെന്ന് ഇവർ പറയുന്നു. പുതിയ ആളുകളെ നിയമിക്കും, അല്ലെങ്കിൽ പുതുതായി വിജ്ഞാപനം ഇറക്കുമെന്നാണ് പറയുന്നത്. 9 വർഷമായി ജോലിയിൽ തുടരുന്ന അധ്യാപകരാണ് സമരരംഗത്തുള്ളത്. എന്താണ് ഇപ്പം നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം? 2017 നിയമം കിട്ടി. ഞങ്ങളിപ്പോൾ 9 വർഷമായി. ഇത് 10ാമത്തെ വർഷമാണ്. ഞങ്ങൾക്ക് ജൂൺ 1 മുതൽ ഒരു അറിയിപ്പും തരുന്നില്ല. ഇവിടെ നിന്നും പോകാൻ പറഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളോട് സ്കൂളിൽ പോയിക്കോ, ഓർഡർ പതിയെ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വർഷം ഞങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടെന്നുള്ള ഒരു അറിയിപ്പും തന്നില്ല. പ്രവേശനോത്സവത്തിൽ ഞങ്ങൾ എല്ലാവരും പോയവരാണ്. കുട്ടികൾ അങ്ങോട്ട് കൊണ്ടുവന്ന് നിറസാന്നിധ്യമാക്കിയിട്ടാണ് ഞങ്ങൾ വിട്ടത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഈ അവഗണന എന്ന് ഞങ്ങൾക്ക് അറിയില്ല. തിരുവനന്തപുരം പോയായിരുന്നു. ഞങ്ങൾ CM-നെ കാണാനും പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിനെ കാണാനും വേണ്ടിയായിരുന്നു പോയത്. പോയ സമയത്ത് ഞങ്ങൾക്ക് അവിടെ നല്ലൊരു അവഗണനയാണ് നേരിട്ടത്. അവിടെ ചെന്ന സമയത്ത് കുറച്ച് നേതാക്കന്മാർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വന്നത്? നിങ്ങളുടെ പുറകിൽ ആരെങ്കിലും പറഞ്ഞിട്ടാണോ വന്നത്? അപ്പോൾ അതിലൊരാൾ പറയുകയുണ്ടായി, അവരുടെ വൈഫ് ഈ ഭരണ സമയത്ത് മെമ്പറായി നിന്ന സമയത്ത് അതായത് ഏത് ഭരണത്തിൻ്റെയാണോ അവരുള്ള ഒരാൾ ഇവർക്കെതിരെ പ്രവർത്തിച്ചു. അതുകൊണ്ട് LDF-ലുള്ള ആരും വേണ്ട, UDF-ലുള്ള മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി തരാം, നിങ്ങളെ വേണമെങ്കിൽ ഞങ്ങൾ പുതിയ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ പരിഗണിക്കാം, പക്ഷേ ബാക്കിയല്ലേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് 4 പേർക്ക് വേണ്ടി വന്നവരല്ല. ഞങ്ങൾ 241 പേർക്കും ജോലി തരുമെങ്കിൽ മാത്രം ഞങ്ങൾക്ക് മതി, ഇല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് വേണ്ട. രാഷ്ട്രീയം നോക്കി പുതിയ നിയമനം നടത്തുന്നതാണോ നിങ്ങൾ ആശങ്കപ്പെടുന്നത്? ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ അവർ എടുത്ത് പറയുന്നത് LDF വേണ്ട, UDF. ഞങ്ങൾ ആരും രാഷ്ട്രീയം നോക്കി വന്നവരല്ല. നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയോടോ അങ്ങനെ നിയമനം കിട്ടിയവരാണോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? എല്ലാവരും അല്ല, ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിന് ശേഷം ജോലി കിട്ടിയതാണ്. സംസ്ഥാന വ്യാപകമായി ഏറ്റവും നോക്കുമ്പോൾ ജനസംഖ്യ ഏറ്റവും കൂടുതൽ SSC വിഭാഗമാണ്, പട്ടിക ജാതി വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവരാണ് ഏറ്റവും കൂടുതൽ ഈ ലിസ്റ്റിലേക്ക് വരുമ്പോഴും അവർക്കാണ് ഏറ്റവും കൂടുതൽ സംവരണമുള്ളത്. 8%. 100 പേര് മെയിൻ ലിസ്റ്റിൽ നിന്ന് കയറുമ്പോൾ 8 പേരാണ് SSC കയറുന്നത്. അതേ സ്ഥാനത്ത് ഞങ്ങളിലുള്ള ST-കാർ 100 പേര് കയറുമ്പോൾ 2 പേരാണ് കയറുന്നത്. ഇത്രയും വിദ്യാഭ്യാസം ഉള്ള ആളുകളെ 241 പേരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വെയിറ്റിംഗിലും ഇങ്ങനെ ആളുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഇൻ്റർവ്യൂവിനെ തടസ്സപ്പെടുത്തുന്നതല്ല. കഴിഞ്ഞ വർഷം ഇൻ്റർവ്യൂ നടന്നതാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. വേക്കൻസികളിലേക്ക് വീണ്ടും ആളുകൾ വരുവാണ് ചെയ്തത്. നമ്മളല്ലാതെ ഈ വിദ്യാഭ്യാസം ഉള്ള ആളുകളെ വീട്ടിലിരുത്താൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. 2 കാര്യങ്ങളാണ് ഈ മെന്റർ ടീച്ചർമാരുടെ നിയമനം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായത്. ഒന്ന്, അഭ്യസ്തവിദ്യരായ ഇത്രയധികം, വയനാട്ടിൽ മാത്രം 241, മൊത്തത്തിൽ 300ഓളം അഭ്യസ്തവിദ്യരായ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് തൊഴിൽ കിട്ടി. അതോടൊപ്പം ഗോത്ര മേഖലയിലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം തുടരേണ്ടതാണ്. അതിനുവേണ്ട നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.